സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ഏറെ പേരും എന്നെ അറിയും. കഴിഞ്ഞ 50ഓളം വർഷങ്ങളായിട്ട് മനുഷ്യന്റെ ആധ്യാത്മിക ഉന്നമനത്തിനു വേണ്ടി ധ്യാനങ്ങളും രോഗശാന്തി ശുശ്രൂഷകളും ഒക്കെ കേരളത്തിലും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിന്റെ എല്ലാ കോണുകളിലും ചുറ്റി നടന്ന് പ്രസംഗിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഏറെ ഹൃദയവേദനയോടെയാണ് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി, പ്രത്യേകിച്ച് വലിയ മഴയും വെള്ളപ്പൊക്കവും ഉരുളുപൊട്ടലും ഭവനങ്ങൾ ഒലിച്ചു പോകുന്നതും മനുഷ്യൻ മരിക്കുന്നതും മാത്രമല്ല, കേരളത്തിൽ കോവിഡ് വന്നിട്ട് പോകുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ അധികം കോവിഡ് ശല്യപ്പെടുത്തുന്നത് കേരള സംസ്ഥാനത്തെ. ഒരുപക്ഷെ ലോകത്തൊരിടത്തും തന്നെ ഇത്രമാത്രം ഉണ്ടോ എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഏറെ പേര് പല ചോദ്യങ്ങളും എന്നോട് ചോദിക്കുന്നു. അപ്പൊ അതിനൊരു ചെറിയ ഉത്തരം തരാനും കൂടിയാണ് ഇപ്പോൾ ഞാൻ മുമ്പിൽ ഇരിക്കുന്നത്. എനിക്ക് നിൽക്കാൻ മേലാത്തത് കൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാന് വളരെയധികം കേരളത്തിന് വേണ്ടി ഈ നാളുകളിൽ പ്രാർത്ഥിക്കുന്നു. ആളുകളൊക്കെ ചോദിക്കുന്നത്, നല്ല ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? കേരളം പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും കേൾവികെട്ട സ്ഥലമാണല്ലോ. ക്രിസ്ത്യാനികളും മുഹമ്മദിയരും ഹിന്ദുക്കളും ഒരുമയോടെ ചേർന്ന് ജീവിക്കുന്നു. അവിടെ കേരളത്തിൽ വന്നിട്ടുള്ള പലരും അതിനെപ്പറ്റി പ്രശംസിച്ച് പറയാറും ഉണ്ടായിരുന്നു. മാത്രമല്ല, പ്രകൃതി രമണീയമായ കേരളം, ലോകത്തിലെ ഒരു സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന കേരളം കാണാൻ, പ്രത്യേകിച്ച് നമ്മുടെ ഹൈ റേഞ്ചസ് കാണാൻ, തീരപ്രദേശം കാണുവാൻ, സമതലങ്ങൾ കാണുവാൻ ഒക്കെ ടൂറിസ്റ്റുകൾ ധാരാളം വരുമായിരുന്നു. അവർക്കെല്ലാവർക്കും കേരളത്തിൽ പോകുന്നതാണ് വലിയ കാര്യം, വടക്കേ ഇന്ത്യയിൽ പോകുന്നതിനേക്കാൾ അധികം. ഇന്ന് ഒരു പക്ഷെങ്കിൽ സ്ഥിതിഗതികൾ അല്പം മാറിയിട്ടില്ലേ ഒന്ന് ചിന്തിക്കണം. ഇന്ന് വിദേശ ടൂറിസ്റ്റുകളും വിദേശീയരും വളരെ മോശമായിട്ട് കേരളത്തെ ചിത്രീകരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓർക്കണം, ഭൂപ്രകൃതി നല്ലതായിട്ട് ദൈവം നമുക്ക് തന്നു. നമ്മുടെ കാര്യങ്ങൾ നോക്കിയാൽ വികസിത രാജ്യങ്ങൾക്കൊപ്പം തന്നെ നമ്മൾ പല കാര്യങ്ങളിലും വളർന്നു കഴിഞ്ഞു. ഉദാഹരണ ആരോഗ്യ കാര്യങ്ങളില്, സാക്ഷരത്വത്തില് കേരള മോഡൽ എന്നുവരെ പലരും പറയുവാൻ തുടങ്ങിയായിരുന്നു. ഇനിയും ഇവിടുത്തെ സാംസ്കാരികതയോട് ചേർന്ന് നിൽക്കുന്ന മതസൗഹാർദ്ദതയും അതുപോലെ ഒന്നിച്ചു കൂടിയുള്ള ആളുകളെ സ്നേഹവും ചിരിയും ഇതെല്ലാം ഹൃദയാകർഷിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു കേരള കുടുംബം ജർമ്മനിയുടെ വടക്കു ഭാഗത്ത് നിന്ന് 4 കുട്ടികളെയും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. എന്താണെന്നറിയാമോ? കുട്ടികളെയും കൊണ്ട് നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നാട്ടിൽ വീട് പണിതു, സ്ഥലമുണ്ട്, ഇനിയും വിദേശത്ത് നിൽക്കുന്നില്ല, സ്വന്തം നാട്ടിൽ മക്കളുമൊത്ത് ജീവിക്കാൻ. പക്ഷെ കുട്ടികൾ നാട്ടിൽ പോകാൻ കൂട്ടാക്കുന്നില്ല. അവര് പറയാണ്, അപ്പച്ച അമ്മച്ചി ഞങ്ങൾ നാട്ടിലേക്കില്ല. അതിനെന്താ കാരണം? നാട് മുഴുവൻ മുടിഞ്ഞു കിടക്കുന്നു, വെള്ളപ്പൊക്കം, മാത്രമല്ല കോവിഡ്, ആളുകൾ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അവിടെ കേൾക്കുന്ന കുറെ ന്യൂസുകള്, കൊലപാതകങ്ങള്, മർദ്ദനങ്ങള്, പീഡിപ്പിക്കൽ. അതുകൊണ്ട് കേരളത്തിൽ പോകാൻ ഞങ്ങൾക്ക് ഭയമാകുന്നു അച്ഛ. എൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഉള്ളിൽ പോകാൻ പേടിയ. അവരെ നല്ല ഫിലിമൊക്കെ കാണിച്ചു കേരളത്തെ പറ്റി. പക്ഷെ അതുകൊണ്ടൊന്നും പിള്ളേർ വിശ്വസിക്കാൻ തയ്യാറല്ല. കാരണം അവരെല്ലാം ഇത് ടെലിവിഷനിൽ കൂടിയും ഇന്റർനെറ്റിൽ കൂടിയും എല്ലാം കാണുന്നുണ്ടല്ലോ. പണ്ടത്തെ പോലെ അല്ലല്ലോ. പണ്ടൊക്കെ നല്ല ഫിലിമൊക്കെ കാണിച്ച ആളുകളെ, പിള്ളേരെ ആകർഷിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഇന്ന് ആ സ്ഥിതികളൊക്കെ മാറി. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാലയങ്ങൾ ഉള്ള ഒരു സ്ഥലമാണല്ലോ കേരളം. 100-ൽ പരം കരിസ്മാറ്റിക് സെന്റേഴ്സ് തന്നെ കത്തോലിക്കർക്ക് കേരളത്തിലുണ്ട്.
മാത്രമല്ല എത്ര അമ്പലങ്ങളിലെ പരിപാടികൾ, അതെ, മോസ്കുകൾ, അവിടെയെല്ലാം പരിപാടികളുണ്ട്. എല്ലാ ദേവാലയങ്ങളിലും പരിപാടികൾ നടക്കുന്നു. എന്നിട്ട് എന്താണ് ഈ കേരളത്തിൽ ഈ തകർച്ചയ്ക്ക് കാരണം? പ്രിയമുള്ളേ, എല്ലാ തകർച്ചയും അതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും പുരോഗമനവും എല്ലാത്തിൻ്റെയും പിമ്പിൽ വിവിധങ്ങളായ കാരണങ്ങൾ ഉണ്ട്. ഇന്ന് മനുഷ്യൻ തേടുന്നത് ലൗകിക കാരണങ്ങൾ ആണ്. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കാലാവസ്ഥയുടെ മാറ്റം കൊണ്ട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ കാലാവസ്ഥ മാറാനുള്ള കാരണം നമ്മുടെ ചില പ്രവൃത്തികൾ കൊണ്ടാണ്, അതൊക്കെ നിർത്തണം, പെട്രോള് അല്ലെങ്കിൽ കൽക്കരി ഒക്കെ നിർത്തണം എന്നൊക്കെ പറഞ്ഞുള്ള ലൗകികമായ അന്വേഷണം. നാം ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം ഒരു ആധ്യാത്മിക തലം ഉണ്ട്. ഞാൻ ഉദാഹരണമായിട്ട് ഈ പ്രസംഗം പറയുന്നുവെങ്കിൽ അതിനൊരു ആധ്യാത്മിക തലമുണ്ട്. എന്ത്? കേരളത്തിലെ ആളുകളുടെ നന്മ ഉദ്ദേശിച്ച് ഞാൻ പറയുന്നു. ഞാൻ നിങ്ങളെ പറ്റി ചീത്ത പറഞ്ഞാൽ അതിന്റെ പിന്നിൽ കൊണ്ടൊരു ആധ്യാത്മിക തലം. അപ്പോൾ നമ്മൾ മതപരമായിട്ട് അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട് പറയുന്നത് നല്ല ചിന്തകൾ, ചീത്ത ചിന്തകൾ, നല്ല പ്രവർത്തികൾ, ചീത്ത പ്രവർത്തികൾ, ഇത് രണ്ടും ആധ്യാത്മികമായ രണ്ട് തലങ്ങളിൽ നിന്ന് വരുന്നു. നാം ഒന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന്, മറ്റേത് പിശാചിൽ നിന്ന്. ക്രിസ്ത്യാനികളാണെങ്കിൽ അല്പം കൂടി ഒന്ന് പറയും, അത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് നല്ല ചിന്തകളും നല്ല പ്രവർത്തികളും. മറ്റേത് ദുഷ്ട പിശാചിൽ നിന്നാണ്, ദുഷ്ട ആരൂപിയിൽ നിന്നാണ്. ഇതൊക്കെ നമുക്കെല്ലാം അറിയാം. അപ്പൊ നമുക്ക് അല്പം ഒന്ന് ചിന്തിച്ചു നോക്കാം, കേരളത്തിന്റെ ഇന്നത്തെ സ്ഥിതിക്ക് കാരണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. നമ്മൾ പറയുന്നു ഒത്തിരി ആധ്യാത്മികമായി വളർന്നവരാണ്, ആധ്യാത്മികമായിട്ടുള്ള പഠനങ്ങൾക്ക് വേണ്ടിയുള്ള ശാലകൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ, ധ്യാനാശ്രമങ്ങളൊക്കെ ഉണ്ട് എന്ന്. ഇതെല്ലാം പറഞ്ഞാലും നമ്മുടെ ദൈവവിശ്വാസം എവിടെ? നമുക്ക് ഒത്തിരി വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? ദൈവവിശ്വാസം ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവം ഉണ്ടെന്നും ദൈവത്തിൽ ശരണപ്പെടുന്നവർക്ക് അവിടുന്ന് ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ടെന്നും അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. നമ്മൾ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, 11-ാം അധ്യായം 6. ഇനി അതിനുശേഷം നമ്മൾ വായിക്കുന്നുണ്ട് യെശയ്യാ പ്രവാചകൻ അധ്യായം 55 കർത്താവിനെ കണ്ടെത്തുവാൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അടുത്തുള്ളപ്പോൾ അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവിൻ. ദുഷ്ടൻ തൻ്റെ മാർഗം അധാർമ്മികതയിൽ നിന്നും മാറ്റട്ടെ, അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവിടുത്തെ പക്കലേക്ക് തിരിയട്ടെ, അവിടുന്ന് ഉദാരമായി ക്ഷമിച്ച് അനുഗ്രഹിക്കും. യെശയ്യാ 55:6-9. ബൈബിൾ വാക്യങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ലോകം മുഴുവനു വേണ്ടിയുമാണ്. ഈ വിശ്വാസം കുറെയെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ എന്ന് ചിന്തിക്കണം. നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഒരു ദൈവത്തിൻ്റെയും പേര് പറയുന്നില്ല, ക്രിസ്തുവിനോ രാമനോ അല്ലെങ്കിൽ അള്ളാഹെന്നൊന്നും. ദൈവവിശ്വാസം നമുക്ക് എത്രമാത്രം ഉണ്ട്? ദൈവവിശ്വാസം വളരെ കുറഞ്ഞുപോയി. ഇന്ന് വിശ്വസിക്കുന്നത് പണത്തില്, പ്രതാപത്തില്, സ്ഥാനം, മാനം, ഇങ്ങനെ പല കാര്യങ്ങളിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവം ഉണ്ട്. ഈ ദൈവമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യവും അന്വേഷിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഈ ദൈവത്തെ പ്രസാദിപ്പിച്ചുള്ള ഒരു ജീവിതം, ദൈവത്തെ സ്നേഹിച്ചുള്ള ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത്. എങ്കിലേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ബൈബിളിന്റെ ആദ്യ ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്, അത് എല്ലാവർക്കും ഉള്ള ഭാഗങ്ങളാണ്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല. ദൈവം ഈ മുഴുവൻ വിഹായസിനെയും ഭൂമിയെയും അതിലുള്ള എല്ലാ വസ്തുക്കളെയും, ജന്തുക്കളെയും, പക്ഷികളെയും, മൃഗങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യനാണ് അവർക്കെല്ലാം പേര് നൽകിയത് പോലും. എന്നിട്ട് അതിനെല്ലാം അടക്കി ഭരിക്കുവാനുള്ള അധികാരവും മനുഷ്യന് കൊടുത്തു. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമായിരുന്നു. എന്നാൽ ദൈവം ആഗ്രഹിച്ചെന്താണ്? മനുഷ്യൻ ദൈവത്തെ ദൈവമായി കണ്ട്, സൃഷ്ടാവായി കണ്ട്, രക്ഷിതാവായിട്ട് കണ്ട് അവിടുത്തെ ആരാധിക്കണം, അവിടുത്തെ സ്നേഹിക്കണം. ഇന്ന് ഇതുണ്ടോ എന്ന് സംശയിക്കണം.
എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നത്? അനുസരണയിലൂടെ. നമുക്കറിയാം, നമ്മൾ അപ്പനെയും അമ്മയും സ്നേഹിക്കുന്നത് അവരെ അനുസരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിലെ കഥയൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. അനുസരണക്കേട്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അനുസരണക്കേടല്ലേ, കൽപ്പനകളുടെ ലംഘനമല്ലേ എവിടെയും നാം കാണുന്നത്? ആലോചിച്ചു നോക്കണം. ആത്മാർത്ഥമായ മനസാക്ഷിയെ പരിശോധിക്കണം. എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണം? വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കുക. ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:15. അപ്പൊ കൽപ്പനകൾ കൂടാതെ വളയത്തിൽ കൂടി ചാടി ചാടി വളയമില്ലാതെ ഒരു ചാട്ടമല്ലേ ഇന്ന് എല്ലാ മതങ്ങളിലും സംഭവിക്കുന്നത്. ഇനി എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് എന്താണ്? സ്നേഹം, സമാധാനം, ശാന്തി, നന്മ, ഇവയൊക്കെയാണ്. തിന്മ പഠിപ്പിക്കുന്ന ഒരു മതമെങ്കിലും ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. തിന്മ ചെയ്യുന്നവരെല്ലാ മതങ്ങളിലുമുണ്ട്, അതെല്ലാ മതങ്ങളിലും ഉണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ട് ആഴമായിട്ട് നോക്കിയാൽ എല്ലാ മതങ്ങളും പറയുന്നത് ദൈവത്തെ സ്നേഹിക്കണം, അവിടുന്ന് വിശ്വസിക്കണം, അവിടുത്തെ സ്നേഹിക്കണം, അവിടുന്ന് സ്നേഹിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കണം. അതുകൊണ്ടാണ് അത് ബൈബിൾ പഠിപ്പിക്കുന്നതാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി അവിടുത്തെ സ്നേഹിക്കുക, അതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. നമ്മളത് വായിക്കുന്നുണ്ടല്ലോ, മർക്കോസ് എഴുതിയ സുവിശേഷം 12:30. നോക്കണേ, ഒരു മനുഷ്യന്റെ 4 അവിഭാജ്യ ഘടകങ്ങൾ: ഹൃദയം, മനസ്സ്, ആത്മാവ്, ശരീരം. ഇത് 4 കൊണ്ട് പൂർണ്ണമായി സ്നേഹിക്കണം. ഒന്നാലോചിച്ച് നോക്കണം, ഉണ്ടോ എന്ന്. പള്ളിയിൽ പോകുന്നുണ്ടായിരിക്കും, അമ്പലത്തിൽ പോകുന്നുണ്ടായിരിക്കാം, ഒരു പക്ഷെങ്കിൽ മുസ്ലിം ദേവാലയങ്ങളിൽ, മോസ്കുകളിൽ പോകുന്നുണ്ട്. എത്ര പേര് എന്തെല്ലാം ഉദ്ദേശത്തോടെ പോകുന്നു, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ദൈവത്തെ സ്നേഹിക്കാണ് പ്രധാന ലക്ഷ്യം. ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് എന്നെത്ര പേർക്കുണ്ടെന്ന്. പലർക്കും ഇല്ല. നമ്മൾ കേൾക്കുന്നില്ലേ, പല തമ്മാടിത്തരങ്ങൾ പോലും നടത്തുന്നത് വലിയ പെരുന്നാളുകളും ഉത്സവങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ്. നമുക്കറിയാം, ചില വൈദിക മേലധ്യക്ഷന്മാരും അതുപോലെ ഇമാംമാരും അല്ലെങ്കിൽ പൂജാരികളൊക്കെ ചില വ്യക്തികളെ വലിയവരാക്കി പ്രഘോഷിക്കും. അവരങ്ങനെ ചെയ്തു, അമ്പലത്തിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി അങ്ങനെ ചെയ്തു, എല്ലാം. അത് കഴിഞ്ഞ് കള്ളി പുറത്താകുന്നത് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുമ്പം അതിന്റെ പിന്നിൽ കള്ളപ്പണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചീത്തയായ രീതിയിൽ പണമുണ്ടാക്കിയ പലതും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ആധ്യാത്മികത നഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ ഭൗമികത മാത്രമാണ് മുറുകെ പിടിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിളിക്കുന്നത് പോലും അതിനുവേണ്ടി മാത്രമാണ്. ദൈവത്തെ സ്നേഹിക്കുവാനോ ദൈവം എൻ്റെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണം എന്ന ചിന്താഗതിയോ എല്ലാം നഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടല്ലേ ചില സംഭവങ്ങൾക്ക് നമുക്കുണ്ടാകുന്നത്. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, എസെക്കിയേൽ പ്രവാചകന്റെ വചനത്തില്. അത് ആളുകൾ വന്ന് ചോദിച്ചു, കർത്താവേ, അങ്ങ് ഞങ്ങളെ കൈവിട്ടോ? അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ചുവോ? എന്തുകൊണ്ട് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ കർത്താവ് ദൈവം പറയുന്നുണ്ട്, നിങ്ങളാണ് എന്നെ കൈവിട്ടത്. നിങ്ങളുടെ വഴികൾ നിങ്ങൾ നേരെയാക്കുവിൻ, അപ്പോൾ നിങ്ങൾ ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിക്കും. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് അതാണ്, നമ്മുടെ വഴികൾ നേരെ ആക്കുക. ഇന്ന് നമ്മുടെ വഴികൾ നേരെയാക്കുന്നുണ്ടോ? നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല, എൻ്റെ ഭവനത്തിൽ അവർക്ക് തുടരാനാവില്ല. അത് നമ്മൾ വായിക്കുന്നത് സങ്കീർത്തനം 101:7. ഇന്ന് നമ്മൾ നോക്കി, എന്തേറെ ദുരാരോപണങ്ങൾ, വ്യാജ വാർത്തകൾ, കിംവദന്തികൾ, അവിഖ്യാതികൾ, മറ്റുള്ളവരുടെ മാനക്കേട് വരുത്തുക, എന്തെല്ലാമാണ് നമ്മുടെ മധ്യത്തിൽ നടക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ പറയുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്, ഭക്തിയുണ്ട്. എന്താ ഭക്തി? ആരും ബൈബിൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. സുഭാഷിതം 8:13, ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. ഹല്ലേലൂയ.
ആ ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അഹങ്കാരം, ഹുങ്ക്, അല്ലെങ്കിൽ ദുർമാർഗം, ഇവയൊന്നും ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമല്ല. ദൈവത്തിന് മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്. ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിന് എത്തുക. യാക്കോബ് ശ്ലീഹ പറയുന്ന താൻ 1-ാം അധ്യായത്തിൽ 27-ാം വചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് മതം? എന്താണ് ഭക്തി? ലോകത്തിന്റെ കളങ്കമില്ലാതെ ഒരു പരിശുദ്ധ ജീവിതം ജീവിക്കുക. നമ്മൾ അത് ഒന്നിച്ച് നോക്കണം. കർത്താവിന്റെ വഴി നീതിപൂർവമല്ല എന്ന് നമ്മൾ കർത്താവിനോട് പറയുന്നു. കർത്താവ് തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളുടെ വഴികളല്ലേ നീതിക്ക് നിരക്കാത്തത്? എസെക്കിയേൽ പ്രവാചകൻ 18:25. എന്നിട്ട് പറയാണ്, നീതിമാൻ നീതിയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മ പ്രവർത്തിച്ചാൽ അവൻ അതിനാൽ തന്നെ മരിക്കും. മരിക്കും എന്ന് പറയുന്നത് ഈ അവസാനത്തെ ശ്വാസം വിടുന്നതല്ല. നാശങ്ങൾ, ഒരു പക്ഷെങ്കിൽ സാമ്പത്തിക തകർച്ചകൾ, ജോലി ഇല്ലാതായി തീരുക, വെള്ളപ്പൊക്കം, ഇതെല്ലാം പെടും. എല്ലാ കലാമിറ്റീസും എല്ലാം സംഭവിക്കുന്നതിന് കാരണം നീതിമാൻ നീതിയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മ പ്രവർത്തിച്ചാൽ. തിരിച്ചു പറയാണ്, ദുഷ്ടൻ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിച്ചാൽ അവൻ അതിനാൽ ജീവിക്കും. ഹല്ലേലൂയ. യെശയ്യാ 33:18. അത് കേരളത്തെ പറ്റി ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കടന്നു വരികയാണ്. പലതും ചിന്തിച്ചു പോവുകയാണ്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ എന്താണ്? ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലെ പത്രങ്ങളൊക്കെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, എന്തൊരു ക്രൂര മർദ്ദനങ്ങൾ, കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ, മ്ലേച്ഛതകൾ, കൊച്ചുകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ എന്തേറെ മ്ലേച്ഛതയിലൂടെ വെറുതെ കൊല്ലുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ, കോളേജില് പരീക്ഷ എഴുതാൻ വന്ന വിദ്യാർത്ഥിനിയെ സ്നേഹിക്കുന്നുണ്ട്, അത് പ്രേമിക്കുന്നുണ്ട് പറഞ്ഞ് നടു റോഡിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വെറുതെ നടു റോഡിൽ വെച്ച് അടിച്ചു കൊല്ലുക, വെട്ടിക്കൊല്ലുക. എന്റെ കഷ്ടം. അതുപോലെ ഭാര്യയെ സംശയിച്ച് മക്കളെ കൊന്ന വീഡിയോ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തേച്ച് പോയി തൂങ്ങിച്ചാകുക. കേരളത്തിൽ സംഭവിക്കുന്നത് കേട്ടോ. ഇനി സ്നേഹധർമ്മിണിയായ ഭാര്യയുടെ കൂടെ മൂർഖം പാമ്പിനെ കടത്തി കൊത്തിച്ച് കൊല്ലുക. ഭാര്യയും കുഞ്ഞുകുഞ്ഞുങ്ങളെയും ഒഴുകി വരുന്ന വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുക. രോഗിയായ ഭർത്താവിനെ നോക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തല്ലിക്കൊല്ലുക. മാത്രമോ, അഭ്യസ്ത വിദ്യര്, സാക്ഷരത്വം കൂടിയ കേരളം മന്ത്രവാദവും കൂടോത്രവും ഒക്കെ ആണെന്ന് സംശയിച്ചുകൊണ്ടോ ചെയ്തുകൊണ്ടോ അതിനു വേണ്ടിയിട്ടോ നമ്മൾ കേട്ടു 4 പേരെ ഞുണ്ണമായി കൊന്ന് ചാണകക്കുഴിയിൽ കുഴിച്ചിട്ടിട്ട് അയാൾ പോയി തൂങ്ങിച്ചെന്താ എനിക്ക് തോന്നേ. അഥവാ അതിനുവേണ്ടി പരിശ്രമിച്ചത് ഞാൻ ഓർക്കുന്നില്ല കൃത്യം. ഞാൻ 3 ദിവസം മുമ്പ് പത്രത്തിൽ വായിച്ചു, 40 ശൈശവ വിവാഹങ്ങൾ കേരളത്തിൽ നടന്നു. അഭ്യസ്ത വിദ്യയുടെ ഇടയിലാണെന്ന് ഓർക്കണമേ. പിന്നെ മൃഗങ്ങളോടുള്ള ക്രൂരതയെ പറ്റിയും വായിച്ചു. പൂച്ചയുടെ തലവെട്ടി പിണിശുപ്പാന്റെ മുറ്റത്ത് കൊണ്ടിടുക, അല്ലെങ്കിൽ പശുവിന്റെ തലവെട്ടി, ആടിന്റെ തലവെട്ടി, ഇങ്ങനെയൊക്കെ മൃഗങ്ങളോട് വരെ ക്രൂരത കാട്ടുകയല്ലേ. ഇനി കൂടുതൽ മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് കേരളത്തിലല്ലേ വിറ്റഴിക്കപ്പെടുന്നത്? അതും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ, ഉത്സവങ്ങളുള്ളപ്പോൾ, ക്രിസ്മസ് ഉള്ളപ്പോൾ ഒക്കെയാണ് കൂടുതൽ ഇതെല്ലാം വിറ്റഴിക്കപ്പെടുന്നത്. ഈ വിറ്റഴിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആളുകള്, ബിസിനസ്സുകാര് എവിടെയാണോ കൂടുതൽ ബിസിനസ് നടത്താവുന്ന അവിടെ പോയി നടത്തും. അതാരായാലും നമുക്കറിയാം. വെറ്റില മുറുക്കുന്നവരുടെ മുമ്പിലേ വെറ്റില വിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ മയക്കുമരുന്ന് എടുക്കുന്നവരുടെ ഇടയിൽ മയക്കുമരുന്ന് വിൽക്കാൻ പറ്റൂ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രമാത്രം ഈ മയക്കുമരുന്നുകൾ വിൽക്കപ്പെടുന്നത്? കാരണം കേരളത്തിൽ ആവശ്യക്കാരുണ്ട്. ആവശ്യക്കാരുടെ അടുക്കലാണല്ലോ നമ്മൾ സാധനങ്ങൾ വിറ്റ പൈസ ഉണ്ടാക്കുന്നത്. അതിന് ഒരു മരത്തെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും വ്യത്യസ്ത ജാതിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
ഇവിടെ എന്തൊക്കെയോ നമുക്ക് ശരിപ്പെടാനായിട്ടുണ്ട്, നേരെയാക്കാനുണ്ട്. കർത്താവ് ദൈവം ബൈബിൾ പറയുന്ന പോലെ നിങ്ങളുടെ വഴികൾ നേരെ ആക്കുവിൻ. അതെങ്ങനെയാ? നമ്മുടെ വഴികളെല്ലാം നമ്മുടെ പാലാ കോട്ടയത്തെ റോഡ് പോലെ എങ്ങനെ വളഞ്ഞു കുളഞ്ഞാ കിടക്കുന്നത്. വഞ്ചന, വക്രത, മനസാക്ഷി മാറ്റിവെച്ച് ഉള്ള എല്ലാം. അധ്വാനിക്കാർ പണം ഉണ്ടാക്കുക. എത്ര ചെറുപ്പക്കാരെയാണ് വീസ കൊടുക്കാം, വിദേശത്ത് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് കളിപ്പിച്ച് പണമുണ്ടാക്കി കുബേരന്മാരാകാൻ പരിശ്രമിക്കുന്നത്. അവർ എത്ര പേരാണ് വിവിധങ്ങളായ മാർഗങ്ങൾക്ക് കള്ളത്തരം കാണിച്ച് പൈസ ഉണ്ടാക്കുന്നത്. കള്ളനോട്ടടിക്കുന്നത് ഒരു വശത്ത്, അതങ്ങ് പോട്ടെ, അല്ലെങ്കിൽ കള്ളക്കടത്ത് വേറൊരു വശത്ത്. ഈ നാളുകളിലൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നതെല്ലാം അല്ലേ? ഇതെല്ലാം കേരളീയരുടെ സ്വഭാവം, സംസ്കാരമല്ലേ കാണിക്കുന്നത്? ഇനി നമ്മൾ അത് ഒരു പക്ഷെങ്കിൽ ആ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. ഈ ഇന്ന് പ്രപഞ്ചത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഈ ക്രമം തെറ്റലിന് കാരണം എന്താണ്? നമ്മളും ദൈവം തന്ന മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയി, ക്രമരഹിതമായി ജീവിക്കുന്നു. നമുക്കറിയാം, ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള ഭൂമിയുടെ അവസ്ഥയെപ്പറ്റി പറഞ്ഞത് ഇംഗ്ലീഷിൽ കെയോസ് എന്ന് പറഞ്ഞാൽ താളം തെറ്റി ക്രമരഹിതമായിരുന്നു. ഇന്ന് അതിലേക്കാണ് വന്നിരിക്കുന്നത്, ക്രമരഹിതരാഹിത്യത്തിലേക്ക്. നമ്മൾ ഈയിടെ വായിച്ചല്ലോ, കോടീശ്വരനായ എലോൺ മസ്കും ഗൂഗിളിന്റെ ഡയറക്ടറുകളാണ് കൂടിച്ചേർന്നിട്ട് സിലിക്കോൺ വാലിയിൽ ഒരു ദൈവത്തെ ഉണ്ടാക്കുക. അതായത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശല്യം മതങ്ങളുടെ ദൈവങ്ങളാ. ഒന്നെങ്കിൽ ശിവനെ, അല്ലെങ്കിൽ ക്രിസ്തു, അല്ല ഇവരൊക്കെ ശല്യങ്ങളാ. ഇവരെ മാറ്റി നിർത്തിയാല് ദൈവത്തെ കൂടാതെ ഒരു ന്യൂ വേൾഡ് ഓർഡർ, ഒരു പുതിയ സംവിധാനം ലോകത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടി മനുഷ്യനെ തന്നെ ദൈവമാക്കുന്നു. അതിലൊന്നാണ് ഈ കോടീശ്വരന്മാർ കൂടി ചിന്തിക്കുക, സിലിക്കൺ വാലിയിലെ മനുഷ്യനിർമ്മിതമായ ഒരു ദൈവം. നമുക്കറിയാം, ബൈബിളുടനീളം പിശാചിനെ ആരാധിച്ചവരുണ്ട്, പിശാചിനെ ദൈവമാക്കിയവരുണ്ട്, ദൈവത്തെ തിരസ്കരിച്ചവരുണ്ട്. എന്നാൽ ഒരിക്കലും നമ്മൾ കാണുന്നില്ല പിശാച്, ലൂസിഫർ അല്ലാതെ ആരെങ്കിലും താൻ ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കാൻ നോക്കുന്നത്. ഇന്നിതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാൻ കാര്യം എന്താണ്? എല്ലാ അനുഗ്രഹങ്ങളുടെയും സ്രോതസ്സായ, എല്ലാ അനുഗ്രഹങ്ങൾക്കും കാര്യഭൂതനായ ആ ദൈവത്തിൽ നകന്ന് ദൈവത്തിന്റെ പ്രമാണങ്ങളും ലംഘിച്ച് മനുഷ്യൻ തൻ്റെടമായി ഇഷ്ടം പോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. അതാണ്, അതിന്റെ പ്രതിഫലമല്ലേ നമ്മൾ കേരളത്തിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സ്നേഹത്തോടെയാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങൾ ആരെയും ശാസിക്കുകയോ ആരെ കുറ്റപ്പെടുത്തുകയോ അല്ല. ഞാനൊരു വൈദികൻ, ഒരു കത്തോലിക്ക വൈദികനാണ്. ഞാൻ പലതും ചിന്തിച്ചു നോക്കും. ചില ആളുകൾ പറയും ക്രിസ്ത്യാനികളെ കേരളത്തിൽ ഇനി ഇല്ലാതായിത്തീരും, അല്ലെങ്കിൽ ഹൈന്ദവർ ഇല്ലാതായിത്തീരും, മുസ്ലിങ്ങൾ വർദ്ധിക്കും. എന്തെല്ലാം വീഡിയോ ആണിപ്പോ കേൾക്കുന്നത്. ഞാൻ പരക്കെ ശാന്തമായി ചിന്തിക്കുന്ന ഒന്നിതാണ്, കേരളത്തിൽ വംശനാശം വരികയല്ലേ? കേരളീയർ ഒരുപക്ഷെ ഇല്ലാതായിത്തീരുമോ? കേരളം ഇന്ന് ജനവാസ യോഗ്യമല്ലാതായി തീർന്നില്ലേ? മഹാമാരികൾ, അത്യുഷ്ണം, നമുക്കറിയാം. മഹാമാരി എന്തേരം മാറി, കാലം മാറിപ്പോയി. നമുക്ക് തുലാവർഷം കാലവർഷത്തിലേക്ക് പെയ്യുന്നു, കാലവർഷം തുലാവർഷത്തിൽ പെയ്യുന്നു. വരുന്ന തുള്ളികളൊക്കെ തുമ്പിക്കൈ പോലെ വണ്ണമുള്ള വെള്ളത്തുള്ളികൾ. ഒത്തിരി കാര്യങ്ങളൊക്കെ ഇരുവശങ്ങളിൽ ഞാൻ വായിക്കുകയുണ്ടായി. ഓർക്കണേ, ഹരിത സുന്ദരമായ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലാണ് ഈ സംഭവിക്കുന്ന ഓർക്കണം. ധാരാളം ദേവാലയങ്ങളും കത്തോലിക്ക ദേവാലയങ്ങൾ, അമ്പലങ്ങൾ, മോസ്കുകളൊക്കെ ഇങ്ങനെ തല ഉയർന്നു നിൽക്കുന്ന കേരളത്തിലാണ് ഈ ആധ്യാത്മിക കാരണങ്ങളെപ്പറ്റി ഒരു വൈദികനായ ഞാൻ നിങ്ങളോട് സംസാരിക്കാണ്. നമുക്ക് കണ്ടുപിടിക്കണം മാർഗങ്ങൾ അത് മാറ്റുവാൻ. ഏത് കാര്യങ്ങളെയും മാറ്റണമെങ്കിൽ കാരണം കണ്ടുപിടിക്കണം, കാരണം എടുത്തു മാറ്റണം. ഒരു ആധ്യാത്മിക കാരണം ആണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പങ്കുവച്ചത്. നമുക്ക് പ്രിയമുള്ളവരെ, ഒത്തിരി സ്നേഹത്തോടെ ആത്മശോധന അത് ചെയ്തു നോക്കാം. കർത്താവിന്റെ വഴിയാണോ പോയത്, അതോ നമ്മുടെ വഴികളാണോ പോയത്? നമ്മൾ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ? പരസ്നേഹം പഠിപ്പിക്കേണ്ട മതങ്ങൾ പരസ്നേഹമാണോ പഠിപ്പിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയുന്നവർ ദൈവസ്നേഹമാണോ പഠിപ്പിക്കുന്നത്? ഇപ്പോൾ ആൾക്കാരെ ദ്വേഷിക്കുകയല്ലേ? പ്രിയ രാഷ്ട്രീയക്കാരെ,
മതനേതാക്കളെ അഥവാ മത അധ്യാപകരെ, അതുപോലെ മാതാപിതാക്കളെ, സാമൂഹ്യ പ്രവർത്തകരെ എല്ലാവരും ഒന്നിച്ചേർന്ന് ഒരു ആധ്യാത്മിക നവോത്ഥാനത്തിന് വേണ്ടി പരിശ്രമിക്കണം. ഒരു സാംസ്കാരിക വിപ്ലവം നമുക്കുണ്ടാകണം. ഞാൻ എന്താ പറയുന്നത്, ഒരു സാംസ്കാരിക വിപ്ലവം. എന്തൊരു നല്ല സംസ്കാരമായിരുന്നു കേരളത്തിൽ. ഞാൻ ചെറുപ്പകാലങ്ങളിൽ ഓർക്കുന്നുണ്ട്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഞങ്ങൾ ക്രിസ്ത്യാനികളും അവിടെ ഒന്നിച്ചെന്ത് ചോറ്റുപാത്രത്തിലെ ചോറ് ഒന്നിച്ചുണ്ണുന്നതും ഞങ്ങൾ കറികൾ പങ്കുവെക്കുന്നതൊക്കെ ഓർക്കുന്നുണ്ട്. അതൊക്കെ പോയില്ലേ, കാലങ്ങളൊക്കെ പോയില്ലേ. എന്തൊരു മതസ്പർദ്ധ ഇപ്പോൾ, എല്ലാവർക്കും മതസ്പർദ്ധയല്ലേ. അന്ന് എല്ലാവരും അവരവരുടെ മതങ്ങൾ അനുസരിച്ചാണ് ജീവിച്ചത്. ക്രിസ്ത്യാനികൾ അമ്പലത്തിൽ പോവുകയല്ല, അമ്പലത്തിലുള്ള അവര് പള്ളി വരുമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് അവർക്കറിയാമായിരുന്നു ഓരോരുത്തരുടെയും ദൈവങ്ങൾ പ്രത്യേകമാണ്, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനാദികൾ വേറെയാണ്. ഉദാഹരണമായിട്ട് അമ്പലത്തിൽ നിന്ന് പ്രസാദം കൊണ്ട് തന്നാൽ ഞങ്ങൾ തിന്നിയത് അവർക്കറിയാം, ക്രിസ്ത്യാനികൾ തിന്നിയത് അവരുടെ നിയമമാണെന്ന്. അപ്പൊ ഓരോരുത്തരും അവരവരുടെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് തന്നെ ഒത്തിരി സ്നേഹത്തിൽ പരസ്പരം സഹായിച്ച് കടന്നുപോയി. കഴിഞ്ഞ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ്. ജാതി മതഭേദമന്യേ എല്ലാവരും കൂടെ കൂടി റോഡിൽ ഇറങ്ങിയും വീടുകളിൽ ഇറങ്ങിയും എല്ലാം ക്ലീൻ ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു, എല്ലാവരെയും സഹായിക്കുന്നു. ഇത്തവണയും നടന്നു. എന്താ സംഭവിക്കുന്നറിയാമോ? ഇത് കഴിയുമ്പോൾ വീണ്ടും കീഴിയും പാമ്പും പോലാകും. അപകടമുണ്ടാകുമ്പോൾ ഒരു പക്ഷെ ഒന്നിച്ചു ചേരും. ഇത്തവണ പണ്ടത്തെ പോലെ ഒന്നിച്ചു ചേർന്നില്ല എന്ന് നിങ്ങളൊരു പക്ഷെ മനസ്സിലാക്കിയല്ലോ. അതിന് കാരണം സ്നേഹം നഷ്ടപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, ഇവിടെ ഈ മത നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ രാഷ്ട്രീയക്കാരോടോ മറ്റുള്ളവരോടൊക്കെ സൈഡിൽ ചേർക്കാതെ മതത്തെ പഠിപ്പിക്കുക. നിങ്ങൾ പഠിപ്പിക്കുന്ന ദൈവത്തെ പറ്റി പഠിപ്പിക്കുക. എങ്ങനെ ദൈവത്തെ സ്നേഹിച്ച് ആധ്യാത്മികമായി ജീവിക്കണം എന്ന് പഠിപ്പിച്ചവർ നമ്മുടെ കേരളത്തെ വളർത്താം. അപ്പോൾ ഭൗമിക നന്മകൾ സ്വാഭാവികമായിട്ടും ദൈവസന്നിധിയിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകും എന്നത് സത്യമാണ്. നമുക്കറിയാം, പ്രമാണങ്ങൾ പാലിക്കുന്നതിനെ പറ്റി മോഷ്ടാവിനെ മോഷ്ടിക്കരുത്, കള്ളം പറയുന്നവന് ഇനി കള്ളം പറയരുത്, വ്യഭിചാരം ചെയ്യുന്നവൻ ഇനി വ്യഭിചാരം ചെയ്യരുത്, സത്യസന്ധതയോടെ ദീനാനുകമ്പയോടെ ജീവിക്കുക. നമുക്ക് ഒത്തിരി ഈ ഭക്തിപരമായിട്ട് ഉയരേണ്ടിയിരിക്കുന്നു. തിന്മയെ വെറുക്കലാണ് അത് ഭക്തി എന്ന് നാം കണ്ടു. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. അതായത് ദുഷ്ടന്മാരുടെ ഹൃദയം ക്രൂരത നിറഞ്ഞതാണ്. എന്തൊരു ക്രൂരതയാ! ഭാര്യയെ വെട്ടിക്കൊല്ലുക, അല്ലെ ഭർത്താവിനെ വെട്ടിക്കൊല്ലുക, മക്കളെ വെട്ടിക്കൊല്ലുക, ബാഗിനകത്ത് വെക്കുക, വെള്ളത്തിൽ ഒഴുക്കുക. എന്തൊരു കേട്ടിട്ട് ഞാൻ 100-ലധികം രാജ്യങ്ങളിൽ ചുറ്റുകിടക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾ പലർക്കും അറിയാമല്ലോ. ഞാനിപ്പോൾ യൂറോപ്പിലാണ്. ഇവിടെ പള്ളി പോകാത്തവരുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്, പ്രാർത്ഥിക്കാത്തവരുണ്ട്, ദൈവത്തെ നിഷേധിച്ചവരുണ്ട്. എന്നാൽ ആരും ഇതുപോലെ ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു ഞാൻ കേട്ടിട്ടില്ല. വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളും ഒരുപക്ഷെ മാനസിക രോഗിയായിട്ടുള്ളവര്, അല്ലെങ്കിൽ ചില മയക്കുമരുന്ന് അടിമപ്പെട്ടവര് തോക്കെടുത്ത് വെടിവെച്ച കാര്യങ്ങളൊക്കെ അമേരിക്കയിൽ, യൂറോപ്പിൽ വളരെ കുറവാണത്. എങ്കിലും യൂറോപ്പിൽ ചിലപ്പോൾ ചുരുക്കമായിട്ട്. എന്നാൽ അങ്ങനെയല്ല. കേരളത്തിൽ പറയും, അയ്യോ യൂറോപ്പിലും അമേരിക്കയിലുള്ളവരെല്ലാവരും ഡിവോഴ്സ്, വിവാഹം മോചിപ്പിക്കുന്നു, വിവാഹം വേർപെടുത്തുന്നു. എന്തൊരു കുറ്റപ്പെടുത്തലാണ്! ഭാര്യയെ വേർപെടുത്തിയാ കുഴപ്പമില്ലപ്പാ, അതിന് ഞാൻ വെട്ടിഞ്ഞുറുക്കി കൊല്ലുന്നതിനേക്കാൾ നല്ലതല്ലേ? ഇത് വെട്ടിനുറുക്കി കൊല്ലുക മാത്രമോ? വേറെ പെണ്ണുങ്ങളുമായിട്ട് മ്ലേച്ഛതയും പ്രവർത്തിച്ച് വ്യഭിചാരവും ചെയ്ത് എന്തെല്ലാം ഡബിൾ ലൈഫാണ്. നമുക്കൊരു മാറ്റം വേണം. എൻ്റെ പ്രിയ അനുജന്മാരെ, അനുജത്തിമാരെ, സഹോദരങ്ങളെ, സഹോദരികളെ, ഞാൻ ഒറ്റ വാക്ക് പറയുന്നത് മക്കളെ എന്നാണ്. എനിക്ക് പ്രായമുണ്ട്, 76 വയസ്സുള്ള വ്യക്തിയാണ്. സ്നേഹത്തോടെ പറയുന്നു, നമ്മുടെ കേരളത്തിലെ ഈ സ്ഥിതിഗതികൾ അത് നമുക്ക് മാറ്റണം. ബൈബിൾ പറയുന്നു, ദുഷ്ടൻ തിന്മ ചെയ്ത് അധപ്പതിക്കും. ബൈബിൾ വാക്യങ്ങൾ ഞാൻ പറയാണ്. ദുഷ്ടനെ ദൈവം വെറുക്കുന്നു, ദുഷ്ടന്റെ ഭവനം നശിച്ചു പോകും, ദുഷ്ടന്റെ ആലോചനകൾ കർത്താവിന് വെറുപ്പാണ്, ദുഷ്ടന്റെ ഹൃദയം എപ്പോഴും തിന്മ നിറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ബൈബിളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഞാൻ അതിന്റെ ഉദ്ധരണികളൊന്നും തരുന്നില്ല, ക്രിസ്ത്യാനികൾക്ക് അറിയാവുന്നതാണ്. പിന്നെ വേറെ ഏറ്റവും മനോഹരമായി പറയും, തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമില്ല. എന്ത് തെറ്റുകൾ മറച്ചു വെച്ചാൽ നമ്മൾ പോകുന്ന ജീവിതത്തില്? കള്ളം പറയുന്നതിന്റെ അധരം ദൈവത്തിന് വെറുപ്പാണ്. കള്ളത്രാസ് കർത്താവ് വെറുക്കുന്നു.
ഇതൊക്കെ ചിന്തിക്കണം. അതിശയം നല്ല കാര്യം പറയുന്നത് കാണും. ദൈവഭക്തി ആയുസ് വർദ്ധിപ്പിക്കും, എന്നാൽ ദുഷ്ടരുടെ ജീവിതം പരിമിതമായിരിക്കും. സുഭാഷിതം 10:27. വഞ്ചകരുടെ വക്രത അവരെ നശിപ്പിക്കും. അതും സുഭാഷിതം 11:3. കർത്താവിന്റെ ദാനങ്ങൾ ദൈവഭക്തര് നിർലോഭമായിട്ട് നൽകപ്പെടും. പ്രഭാഷകൻ 11:17. അപ്പം ദൈവഭക്തി ഉള്ളവരായി നമുക്ക് ജീവിക്കാം, പാപികളുടെ ഗണത്തിൽ പെടാതിരിക്കാം. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുകയാണ്, നമുക്കൊരു മാറ്റം കേരളത്തിൽ വേണം എന്ന്. നമ്മുടെ വഴികളൊന്ന് നേരെയാക്കണം, നേരെ ചൊവ്വനെ. എന്നിട്ട് എല്ലാ അവിശ്വസ്തകളും മാറി ഒരു തിരിച്ചുവരവ്. ജെറമ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്ന പോലെ, അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ. ജെറമ്യാ 3:22 പറയുന്നത്. അതുപോലെ നമ്മുടെ എല്ലാ ഈ വക്രതയും ഈ മറ്റുള്ളവരെ കളിപ്പിക്കുകയും എല്ലാം മാറ്റി നമുക്ക് ഒരു പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാം. ഞാനൊരു പണ്ഡിതനായിട്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ പഠിക്കോൾ ഒത്തിരി ലോകകാര്യങ്ങൾ അറിയാവുന്നവനായിട്ടോ അല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെയോ ആധ്യാത്മിക തലത്തിൽ നിന്നുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. ഇതൊരു ധ്യാന പ്രസംഗമല്ല. പിന്നെയോ കർത്താവിനെ അറിയുവാനും ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിച്ച് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുവാനാണ്. അതെ, കർത്താവ് അഹങ്കാരികളെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. നമ്മുടെ അഹങ്കാരം ഒന്ന് വെടിയാം. നമുക്ക് എന്തേലും അഹങ്കാരം, പണത്തിന്റെ പ്രതാപം, അഹങ്കാരം, ഇനി വഞ്ചന ചെയ്യുന്ന ഒരുവനും എന്റെ ഭവനത്തിൽ വസിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിലായിരിക്കുകയില്ല. ഇതൊക്കെ കർത്താവിന്റെ വചനമാണ്. നമുക്ക് ആ വചനം, അത് ശുശ്രൂഷ അല്ല ഞാനിപ്പോ പറയുന്നത്. ചില പ്രാക്ടിക്കലായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ഇന്ന് കണ്ടോണ്ടിരിക്കുക നമ്മള്, അല്ലേ? നമ്മള് ഈ TV കൂടെയും അതുപോലെ തന്നെ ഈ ചർച്ച, അതായത് എന്നാ വൈകുന്നേരം കൂടിച്ചേർന്നുള്ള ചർച്ച, അതിന്റെ പേര് ഞാൻ മറന്നുപോയി, ചാനൽ ചർച്ച, അല്ലെ? അതുപോലെ തന്നെ വീഡിയോകളിലൊക്കെ നമ്മൾ എന്തെല്ലാമാണ് ജഡത്തിനായിട്ട് വിതയ്ക്കുന്നത്. തിന്മയുടെ വിത്തുകൾ ഈ നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിലേക്കാണ് വീഴുന്നത്. ഒരു കുട്ടി പിറക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് താബുള റാസ എന്ന് പറഞ്ഞാൽ ഒരു എംറ്റി സ്ലേറ്റ്, ഒന്നും എഴുതാത്ത ഒരു സ്ലേറ്റ് പോലെയാണ് ഒരു കുട്ടിയുടെ ഹൃദയം. ആ ഹൃദയത്തിലേക്ക് തിന്മയെല്ലാം കടന്നുകൂടുന്നത് മാതാപിതാക്കൾ, കാരണവന്മാര്, മൂത്തവരൊക്കെ കാണിക്കുന്നത് കണ്ടും കേട്ടതും എല്ലാം കൂടെ എഴുതി വെക്കും. അങ്ങനെ തിന്മയിലേക്ക് പോകുന്നു. ഇന്ന് വഴി പിഴച്ച ഒരു ജനത കേരളത്തിൽ ഉണ്ടാകാൻ കാരണം നമ്മൾ പ്രായമുള്ളവരാണ്. ആത്മശോധന നമുക്ക് നടത്താം. അവരെ നമുക്ക് കുറ്റപ്പെടുത്തണ്ട. നമുക്ക് പുതിയ തലമുറ വാർത്തെടുക്കാം. നമുക്ക് പുതിയൊരു സംസ്കാരം, ഞാൻ പറയുന്നത് പുതിയത് വേണ്ട, ആ പഴയ സംസ്കാരത്തിലേക്ക് ഒരു തിരിച്ചു വരവ് നടത്താം. കർത്താവ് പറയുന്ന പോലെ നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. അതിൽ കൂടുതലെല്ലാം പിശാച് കൊണ്ടിരുന്നതാണ്. എന്ത് കള്ളത്തരം! എല്ലായിടത്തും ഇന്ന് ആരെ വിശ്വസിക്കാൻ പറ്റുന്നു? ഏത് വീഡിയോ വിശ്വസിക്കാൻ പറ്റും? ഇന്ന് ഏത് ചർച്ച വിശ്വസിക്കാൻ പറ്റും? ഏത് വക്കീലിനെ, ഏത് ഡോക്ടറിനെ, ഏത് അച്ഛനെ, ഏത് മെത്രാനെ വിശ്വസിക്കാൻ പറ്റും? പറ്റാത്ത കാലമായിപ്പോയി. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റണം. ഞാൻ കേരളീയരായ എൻ്റെ സ്വന്തം ജനത്തോട് പറയുന്ന ഒരു ചെറിയ ഒരു ഉപദേശം എന്ന് നിങ്ങൾ ഇതിനെ എടുക്കുക. അത് നമുക്ക് നല്ല കർത്താവിന്റെ വഴിയിലേക്ക് കടന്നു വന്ന് അത് ഒരു പുതിയ കേരളം നമുക്ക് അത് സൃഷ്ടിക്കാം. ഇല്ലെങ്കിൽ ഒരു വംശനാശം വരുന്നു. അതായത് കേരളം ഇല്ലാതായിത്തീരും. കേരളത്തിൽ നിന്ന് വെളിക്ക് പോയ പ്രവാസികൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയില്ല. ഇനി വിദേശിയിലാണെങ്കിലോ കാണാനായിട്ട് കേരളം കാണാൻ വരില്ല. അതിൻ്റെയൊക്കെ ഫലങ്ങൾ നിങ്ങൾക്കറിയാം. അതുപോലെ വേറെ പല, ഞാൻ ഇതിൻ്റെ മറ്റീരിയലായിട്ടുള്ള അല്ലെങ്കിൽ ഭൗമികമായ നേട്ടങ്ങളെ പറ്റിയല്ല പറയുന്നത്. നമ്മുടെ കേരളത്തിന്റെ നിലനിൽപ്പിന്റെ കാര്യം, ഈ കാലാവസ്ഥയ്ക്ക് ഒരു വ്യതിയാനം ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തില് നമ്മൾ വിതയ്ക്കുന്ന ആഹാര സാധനങ്ങൾ, ഗോതമ്പോ നെല്ലോ ഒക്കെ കൃഷി ചെയ്താൽ ഫലം കിട്ടുവാനായിട്ട് അതിനു വേണ്ടി ഉണ്ടാക്കിയ ഡാം ഒക്കെ കെട്ടിയിട്ടുണ്ട്. അതൊന്നും പൊട്ടിപ്പോയി നമ്മൾ നശിപ്പിക്കാതിരിക്കുവാനായിട്ട്, അല്ലെ മുല്ലപ്പെരിയാർ അണ അല്ലെങ്കിൽ ഇടുക്കി അണ, ഇതൊക്കെ പറഞ്ഞ് ഭയപ്പെടാതെ ജീവിക്കുവാൻ, നമുക്ക് ഭയപ്പെടാതെ സന്തോഷത്തോടെ സ്നേഹത്തോടെ തോളോട് തോൾ ചേർന്ന് ജാതി പറ നമുക്ക് ജീവിക്കണം. ഇത് വലിയൊരു കാര്യമാണ്.
ഇതാണ് ഞാൻ പറയുന്നത്. നമുക്ക് അങ്ങനെ തിരിച്ചു വരുമ്പം കണിശമായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തെ നിങ്ങൾ ഏത് പേര് വിളിച്ചു, ഞാൻ അതെ ക്രിസ്തു എന്ന് പറയും, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് അധമ വികാരങ്ങൾക്ക് അടിമപ്പെടാതെ, അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തി ഒന്നും കൂടാതെ നമുക്ക് ദൈവഭക്തിയിൽ വളരാം, ദൈവസ്നേഹത്തിൽ വളരാം. നമ്മൾ ബൈബിൾ വായിക്കുന്ന പ്രഭാഷകൻ പുസ്തകം 25:1 പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് തീർക്കുകയാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പും അയൽക്കാർ തമ്മിലുള്ള സൗഹൃദവും ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തോടെ ഒന്നിച്ചു ശയിക്കുന്നതും ദൈവത്തിന് ഇഷ്ടമുള്ള 3 കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അതായത് സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്. ഇന്നലെ സ്വന്തം കുടുംബത്തിൽ രക്തബന്ധുക്കളുടെ ഇല്ലാതെ വന്നിരിക്കുന്നു കേരളത്തിൽ. എത്ര പേര് ഇത് പറയുന്നു. അതുപോലെ അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം. ഇപ്പോൾ അയൽക്കാരനെ വെറുക്കുന്നവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ. പണ്ട് കാലത്തൊക്കെ ഞാൻ ഓർക്കുന്ന ചെറുപ്പത്തിലൊക്കെ പെരകെട്ട്, പെരമേയൽ, അയലുംകാരെല്ലാരും ഒക്കെ ഒന്ന് ജാതി ഭേദമന്യേ എല്ലാവരും വരുമായിരുന്നു പെരകെട്ടിന്. അത് കപ്പ വാട്ട്, ഒന്നിച്ചുകൂടി കപ്പ വാട്ടുക, ഇങ്ങനെ ഒന്നിച്ചുള്ള പല. അതുപോലെ തന്നെ ഒരു പെരുന്നാൾ ആഘോഷം, അല്ലെങ്കിൽ ഒരു ഉത്സവം, ഇവിടെയെല്ലാം ഒന്നിച്ചുകൂടി എന്ത് ആ വില്ലേജ്, ആ ഗ്രാമം, ആ പട്ടണം മുഴുവൻ ഉത്സവമാണ്. ആ പട്ടണം മുഴുവൻ പെരുന്നാളാ. അതിന് ജാതി മരമൊന്നും എല്ലാവരും പോവും. ഞാൻ ഓർക്കുകയാണ്, ഞാൻ അതിരമ്പുഴ കാരിഷ് ഭവനിൽ നിന്നുള്ള ആളാണ്. ആ അതിരമ്പുഴ പെരുന്നാളിനും മറ്റും ജാതി പരമ്പര എന്ത് പേരാ വരുന്നത്. അവിടെ മതം നോക്കുന്നില്ല, ജാതി നോക്കുന്ന സഹോദരങ്ങളെ പോലെ സ്നേഹത്തോടെ തോടുരുമി അവരെല്ലാം വരും ദൈവത്തെ അന്വേഷിച്ച്. അപ്പൊ ഈ ദൈവാന്വേഷകരായിട്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് നമുക്ക് പരസ്പരം വളർന്ന് മുന്നോട്ട് പോകാം. ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമാണത്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചയക്കുന്നത് എന്ന് പറഞ്ഞാൽ പെണ്ണ് കെട്ടാത്തവർ തമ്മിലല്ല, ഭാര്യ ഭർത്താക്കന്മാര് ഉപേക്ഷിച്ചിട്ട് അത് ഒന്നിച്ച് വേറെ പെണ്ണുമായിട്ട് ശയിക്കുന്നതല്ല. അല്ലെങ്കിൽ ഭാര്യ അറിയാതെ ഭർത്താവ് അറിയാതെ വേറെ പരപുരുഷനും പരസ്ത്രീയുമായിട്ട് ഉള്ളതല്ല. പിന്നെയോ ഭാര്യ ഭർത്താക്കന്മാരുള്ള ലയം, അവർ തമ്മിലുള്ള ശയനം കർത്താവിന് ഇഷ്ടമാണ്. അപ്പോൾ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ നമുക്കൊരു ഈ തിരിച്ചു വരവ് ആവശ്യമാണ്. ഒരു ആധ്യാത്മിക നവോത്ഥാനം ആവശ്യമാണ്. നമുക്ക് നമ്മുടെ സംസ്കാരം തന്നെ കഴുകി നല്ലതാക്കണം, ഒരു കേരള സംസ്കാരം. അപ്പോൾ ഭാരതം മുഴുവൻ നമ്മളെ നല്ലവരായി കാണും, ലോകം മുഴുവൻ കാണും. പഴയതിലും മെച്ചമായ കേരളമായി മാറും നമ്മുടെ കേരളം. അത് സംഭവിക്കട്ടവേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്നും മണിക്കൂറോളം കരഞ്ഞുകൊണ്ട് കേരളത്തിലെ എൻ്റെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ മതവും ജാതിയും നോക്കിയല്ല, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവരെയും ഓർത്താ പ്രാർത്ഥിക്കുന്നത്. ദൈവം എന്ത് പേര് കഷ്ടപ്പെടുന്നു, എന്തൊരു മഴ നിൽക്കുന്നില്ല. മഴ നിൽക്കുമ്പോൾ ഭയങ്കര ചൂട്, ഉഷ്ണം. അതുകൊണ്ട് ഇങ്ങേയറ്റം വടക്കേന്ത്യയിലേക്ക് ജോലിക്ക് പോലും തിരിച്ച് കേരളത്തിൽ വരാൻ ആഗ്രഹിക്കുന്നില്ല. അവരൊക്കെ വീടുകൾ പണിതിട്ടുണ്ട്, ഫ്ലാറ്റുകൾ പണിതിട്ടുണ്ട്. അവിടെ മക്കൾ പോലും വരാൻ ആഗ്രഹിക്കുന്നില്ല. അത്രമാത്രം ജനവാസ യോഗ്യമല്ലാതായിത്തീരുന്നു. ഇതൊക്കെ ഒന്നും മാറ്റണം എൻ്റെ കർത്താവേ. കേരളത്തിൽ പോകാൻ ആളുകൾക്ക് എന്തിഷ്ടമായിരുന്നു. അവധിക്ക് എല്ലാ കൊല്ലവും വന്നുകൊണ്ടിരുന്ന പ്രവാസികൾ ഇപ്പം വരുന്നില്ല, ഈ കോവിഡ് കൊണ്ടല്ല. പിന്നെ കേരളത്തിൽ ചെന്നാൽ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന വാർത്തകൾ എല്ലാം ഹൃദയം തകർക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഒരു സങ്കുചിത മനസ്സിലൂടെ പറയുകയല്ല. ഞാൻ പറയും, 100-ൽ പരം രാജ്യങ്ങളിലെ കാര്യങ്ങൾ നേരിട്ട് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കറിയാം, കത്തുകൾ വഴി, ഇമെയിൽ വഴി, ടെലിഫോൺ വഴിയൊക്കെ. ചുരുക്കമായ ചില തിന്മകളൊക്കെ ഉണ്ട്. നിശ്ചയമാറ്റം നമ്മുടെ പല കാലത്തും ഉണ്ടായിരുന്നു. വ്യഭിചാരം കാലത്തൊക്കെ ഉണ്ടായിരുന്നു. വ്യഭിചാരത്തിലൂടെ മക്കളുണ്ടായി നമുക്കറിയാം. ഭാര്യ ഉപേക്ഷിച്ചവരുണ്ടായിരുന്നു. കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. കള്ളു കുടിക്കുന്നവരുണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ടും മാറിയില്ലേ. ഇപ്പൊ കള്ളല്ലോ കുടിക്കും, നമുക്കറിയാം. അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ മക്കളൊക്കെ 50,000 രൂപ വിലയുള്ള മയക്കുമരുന്നാണ് കഴിക്കുന്നൊക്കെ കേൾക്കുമ്പോൾ അഹങ്കാരമല്ലേ ഇത്? ഈ പിള്ളേരുടെ പയലൊക്കെ ഇത്രയും പൈസ എങ്ങനെ വന്നു? അപ്പൊ പണത്തിന്റെ അഹങ്കാരം. അതുപോലെ മൊബൈലുകള്, അതുപോലെ ടെലിവിഷനുകള്, കമ്പ്യൂട്ടറുകളൊക്കെ അങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്ക ഇഷ്ടം പോലെ. അങ്ങനെ നമ്മൾ ഒരു തലമുറയെ നശിപ്പിക്കുകയാണ്. നമുക്ക് തലമുറയെ നശിപ്പിക്കാതെ ഒന്ന് ഉടച്ചു വാർക്കാം. അങ്ങനെ നമുക്ക് കേരളീയരായിട്ട്, തനി കേരളീയരായിട്ട് ജീവിക്കാം. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സ്നേഹ സന്ദേശം തരുന്നു, എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥത്തോടെ പറയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ഈ കോവിഡ് കാര്യം തന്നെ, കഴിഞ്ഞ ആഴ്ചയെല്ലാം എനിക്ക് കോവിഡ് ആയിരുന്നു.
ഇവിടെയൊക്കെ ഉണ്ട് ദുർലഭമായിട്ടൊക്കെ കോവിഡ്. എന്നാൽ ഇതുപോലെ മരണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എല്ലാ ഏകദേശവും ഒക്കെ കൺട്രോൾഡായി. എന്നാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വാക്സിൻ നൽകപ്പെട്ടത്. എന്നിട്ട് എന്ത് പറ്റി? എന്തുകൊണ്ട് ഇത്രയും മരണങ്ങൾ ഉണ്ടാകുന്നു? കുഴപ്പം അതിനൊക്കെ ഒത്തിരി കാരണങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഒക്കെ നിങ്ങൾക്കറിയാം. നമുക്ക് ഏറ്റവും ആവശ്യം ദൈവത്തെയും സ്നേഹിച്ചും പരസ്പരം സ്നേഹിച്ചുമുള്ള ഒരു നല്ല മനുഷ്യ ജീവിതം. ആദ്യം നല്ല മനുഷ്യരാകാം, എന്നിട്ട് ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ ആവും. ആദ്യം വേണ്ട ദൈവം നമ്മളെ സൃഷ്ടിച്ചത് മനുഷ്യരായിട്ടാണ്. നല്ല മനുഷ്യരായിട്ട് ജീവിക്കാം. അങ്ങനെ ഒന്നായി ജീവിക്കാനുള്ള കൃപ അനുഗ്രഹം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒന്നായി നമ്മൾ യേശുവിൽ, ഒന്നായി നമ്മൾ ആത്മാവിൽ, ഒന്നായി നമ്മൾ സോദരരായി 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 നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഇന്നും ജീവിക്കുന്ന ദൈവം, ഇന്നും ജീവിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. Rabbi, I finished